തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ മികച്ച പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഓരോ രാഷ്ട്രീയ കക്ഷി വിലയിരുത്തുന്നത്. 70.9% വോട്ടാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് പുറത്തുവിടുന്ന അന്തിമ കണക്കിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വന്നു എന്ന് വരാം. എന്തായാലും അതിനെക്കുറിച്ച് തന്നെ ആകട്ടെ നമ്മുടെ ആദ്യ റിപ്പോർട്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരും, അതുപോലെ കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും ഉണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം കൂടിയാൽ അതിൻ്റെ സാധ്യത LDF എന്നൊക്കെ ഒരു പഴമൊഴി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരാണ് കൂടുതൽ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്? SKN, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അത് ഇന്നലെ രാത്രി 9 മണി വരെയുള്ള കണക്കാണ്. അന്തിമ ടാബുലേഷൻ മറ്റും കഴിയുമ്പോൾ പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 73 ആയിരുന്നു. അതുകൊണ്ട് 73 അടുത്തേക്കുള്ള ഒരു സംഖ്യയിലേക്ക് പോളിംഗ് ശതമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളത്തും ആലപ്പുഴയുമാണ് ഏറ്റവും മികച്ച പോളിംഗ് നടന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് പോളിംഗ് ശതമാനം താരതമ്യേന കുറവെന്ന് നമുക്ക് പറയാവുന്നത്. എന്നാൽ അത് കഴിഞ്ഞ തവണ 70% പോളിംഗ് ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഇത്തവണ 67.42% മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ ജില്ലകളിലും ആനുപാതികമായി 2-3% കുറവ് പോളിംഗിൽ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എല്ലാ മുന്നണികളും, അതായത് LDF ആണെങ്കിലും BJP ആണെങ്കിലും UDF ആണെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ തോതിൽ തങ്ങളുടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. തിരുവനന്തപുരം നഗരസഭയിലേക്ക് വന്നാൽ ഇവിടെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ നന്നായി കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും വാശിയേറിയ മത്സരം നടന്നുകൊണ്ട് തങ്ങൾ ജയിക്കുമെന്ന അവകാശവാദമാണ് എല്ലാ മുന്നണികളും ഒരുപോലെ പ്രകടിപ്പിക്കുന്നത്. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ സാമ്പ്രദായികമായ ചില വിലയിരുത്തലുകൾ നേരത്തെ ഉണ്ടായിരുന്നു. പോളിംഗ് ശതമാനം കൂടിയാൽ UDF, കുറഞ്ഞാൽ LDF എന്നൊക്കെയുള്ള. എന്നാൽ അതൊക്കെ മാറ്റിമറിക്കുന്ന ജനവിധിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകളുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു നിഷേധ വോട്ടിൻ്റെ സ്വഭാവം പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുറയുന്നതോ കൂടുന്നതോ ഒന്നും ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമാണെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം അടുത്ത കാലത്തായി ഉള്ള വോട്ടെടുപ്പ് പരിശോധിക്കുമ്പോൾ കാണുന്നില്ല. എങ്കിൽ പോലും എല്ലാ മുന്നണികളും തങ്ങൾ ജയിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. 13-ാം തീയതി വോട്ടെടുന്നവരെ അത്തരമൊരു പ്രതീക്ഷ പുലർത്തുന്നതിൽ ആരെയും നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് നിതിൻ അംബുജൻ തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത്? SKN, ശക്തമായ പോളിംഗ് തന്നെയാണ് ഇക്കുറി, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 2020 എറണാകുളത്ത് രേഖപ്പെടുത്തിയത്. 74% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണ 75% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇക്കുറി നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഇടതിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു തിരിച്ചുവരും, കോർപ്പറേഷനിലേക്ക് ഒരു തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പോളിംഗ് ശതമാനം ഈ നിലയിൽ, അതായത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ വോട്ടർമാർ പ്രതീക്ഷിച്ചത് അനുകൂലമാകുന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇരു മുന്നണികളും. അവസാനവട്ട കണക്കൂട്ടിലേക്ക് അവർ ഇന്നും കടക്കും. മാത്രമല്ല ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ ഇന്ന് അവർ ശേഖരിക്കും. അതിനുശേഷം ഒരു കൃത്യമായ അവലോകനത്തിലേക്ക് പോകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ലകളിലൊന്ന് എറണാകുളത്താണ് UDF. പ്രത്യേകിച്ചും ഒരു തിരിച്ചുവരവ് UDF ആഗ്രഹിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ. അങ്ങനെയാണ് എറണാകുളത്ത് VD സതീശൻ തന്നെ നേതൃത്വം കൊടുത്തത്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജില്ലകളിൽ മധ്യകേരളത്തിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കണക്കുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ 70 മുകളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ചും ഈ പോളിംഗ് ശതമാനം 70 മുകളിലേക്ക് പോകുമ്പോൾ പല ജില്ലകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു UDF അനുകൂലമായ അന്തരീക്ഷമാണെന്ന് അവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ജില്ലാ പഞ്ചായത്തുകൾ, LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തുകൾ ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഉള്ളത്. അതേസമയം തന്നെ നിലനിർത്തുമെന്ന പ്രതീക്ഷയിൽ ഈ UDF ക്യാമ്പുകളും മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒരു അവസാനവട്ട കണക്കൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാം UDF പ്രതീക്ഷ വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ, അതായത് ഈ മധ്യകേരളത്തിലൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ BJP ഇത്തവണ കടന്നു ചെല്ലുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 70% മുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആർക്ക് അനുകൂലമാകുമെന്ന് ഇനി ഒരു നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ അവസാനവട്ട കണക്കൂട്ടലിലേക്ക്, പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ ജില്ലാ കണക്കുകൾ നോക്കുമ്പോൾ, അതായത് എറണാകുളത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF അനുകൂലമായ അന്തരീക്ഷം പല മേഖലകളിലുമുണ്ട്. അവിടെയെല്ലാം തന്നെ ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുന്ന നിലയിലേക്ക് പോകുമെന്ന ഒരു കണക്കൂട്ടലിലേക്കാണ് എറണാകുളത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവർ വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഇന്ന് നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വോട്ട് ചോർച്ചയുണ്ടായോ അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നവർ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുക. SKN.
ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.